ഹലോ ദോസ്ത് വടക്കാഞ്ചേരിക്ക് ഒരു കൈത്താങ്ങ്. സംഘടനയുടെ മാർച്ച് മാസത്തെ റംസാൻ കിറ്റ് വിതരണവും മരുന്ന് വിതരണവും വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ വെച്ച് നടന്നു. ചടങ്ങിൽ പ്രശസ്ത നോവലിസ്റ്റും സംവിധായകനുമായ റഷീദ് പാറയ്ക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് PN വൈശാഖ് മുഖ്യാതിഥിയായി. വടക്കാഞ്ചേരിക്ക് എന്നും കൈത്താങ്ങായിട്ട് നിൽക്കുന്ന സംഘടനയാണ് ഹലോ ദോസ് എന്ന് പറയുന്നത്. ഇതിപ്പോ റംസാൻ മാസമാണ്. ഈ പുണ്യമാസത്തിൽ ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സക്കാത്ത് റംസാൻ മാസത്തിലെ ഏറ്റവും വലിയ പുണ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാ മാസവും, ഈ റംസാൻ മാസത്ത് മാത്രമല്ല എല്ലാ മാസവും ഇതുപോലെ സക്കാത്ത് നൽകുന്ന ഈ ഹലോ ദോസ്ത് എന്ന ഈ ഒരു സംഘടന തീർച്ചയായിട്ടും വടക്കാഞ്ചേരിക്ക് ഒരു കൈത്താങ് തന്നെയാണ്. വടക്കാഞ്ചേരിയുടെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എല്ലാവരും ഒത്തുചേർന്ന് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് മരുന്ന് നൽകാനും അതുപോലെ അവർക്ക് ആവശ്യമുള്ള ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനു വേണ്ട സഹായം ചെയ്യാനും അതുപോലെ ഭക്ഷണത്തിന് ആവശ്യമായ കിറ്റ് വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ ഒരു സംഘടന തീർച്ചയായിട്ടും നമുക്ക് അഭിമാനമാണ്. ഹലോ ദോസ്ത് പ്രസിഡന്റ് PR സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഹലോ ദോസ്ത് സെക്രട്ടറി ഷൈജു ഇസ്മായിൽ, ട്രഷറർ MG ജയ്മോൻ, വൈസ് പ്രസിഡന്റുമാരായ ബുഷ്ര റഷീദ്, പ്രകാശൻ ചെമ്പത്ത്, ജോയിന്റ് കൗൺസിലർ MH ഷാനവാസ്, ചീഫ് കോർഡിനേറ്റർ ബിജു ഇസ്മായിൽ, സെക്രട്ടറിമാരായ അബ്ദുൾ ഗഫൂർ, AH സുലൈമാൻ, V അനിരുദ്ധൻ, അബ്ദുൾ ജബ്ബാർ KA, ശശികുമാർ മാസ്റ്റർ, സാബു പരുത്തിപ്ര, സുരേഷ് കുന്നത്തുള്ളി, അക്ബർ ഷാ, TH ഷംസുദ്ദീൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കഴിഞ്ഞ 5 വർഷമായി എല്ലാ മാസവും കിറ്റും മരുന്നും വിതരണം ചെയ്യുന്നതാണ്. തുടർന്ന് എല്ലാ മാസവും അർഹതപ്പെട്ടവർക്ക് മുടക്കം കൂടാതെ സഹായം എത്തിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇത് മറ്റെല്ലാ പരിപാടികളെക്കാളും ഏറ്റവും അനുഗ്രഹം പിടിച്ച ഒരു പരിപാടി തന്നെയാണ്. അത് അർഹതപ്പെട്ടവരെ കണ്ടെത്തുകയും അവരുടെ ചെറിയൊരു പ്രാർത്ഥന മാത്രം മതിയല്ലോ നമുക്ക്. പണ്ട് ഒരു മഹാനായ ഒരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, എവിടെയെങ്കിലും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഞാൻ സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യാറുണ്ട് എന്ന്. അതിന്റെ കാരണം പറഞ്ഞത് ദൈവം തൻ്റെ പരിപാടി അവസാനിപ്പിച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ്. കാരണം അത്രമാത്രം കലുഷിതമായ ഒരു സമയത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാ മനസ്സുകൾക്കിടയിലുമുള്ള കടലിൻ്റെ ഗ്യാപ്പുകൾ ഉണ്ടല്ലോ, ഒരു കപ്പൽ കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ ആയിട്ടുള്ള മനസ്സുകളാണ് ഇപ്പോൾ പലർക്കുള്ളത്. അതൊക്കെ വിശാലമായി, ആ കടലിടുക്കുകളൊക്കെ വിശാലമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് കൂടുതൽ സംസാരിക്കാതെ ഈ പ്രവൃത്തിയിലേക്ക് നീങ്ങുകയാണ്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചു.